അപേക്ഷയുമായി എത്തിയ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരിച്ചയച്ചതിൽ ഏറെ പ്രയാസമുണ്ടായെന്ന് വയോധികൻ തയ്യാട്ട് കൊച്ചു വേലായുധൻ. സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷയെങ്കിലും വാങ്ങിവെക്കാമായിരുന്നുവെന്ന് വേലായുധൻ പറഞ്ഞു. 2 വർഷം മുൻപ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടിയാണ് എംപിയുടെ അടുത്ത് വേലായുധൻ അപേക്ഷയുമായി ചെന്നത്. അപേക്ഷ വാങ്ങാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. അതൊന്നും എംപിയുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. എനിക്ക് മുന്നൊരാളൊരു അപേക്ഷ കൊടുത്തു, അത് മേടിച്ച് തുറന്നു വയ്ക്കാൻ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ എടുത്ത് കൊടുത്ത് മേടിക്കൂടി ചെയ്തില്ല. അതിൻ്റെ കാര്യം ഉണ്ടെങ്കിലല്ല വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിക്കാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ അവിടെ എനിക്ക് വളരെ വിഷമമായി. എനിക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് അത് മേടിച്ച് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് മേടിക്കുകയും കൂടി ചെയ്തില്ല. അപ്പോൾ അത് മേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വേറെ കാര്യത്തിന് വന്നതാണ്. ഞാൻ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ കുറേ കാര്യമുണ്ട്. അപ്പോൾ നമ്മളത് സദസ്സിൽ ഒരു മന്ത്രിനെ വിളിക്കുന്നതല്ലേ, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങനെ വിഷ്ണു സുരേഷുണ്ട് തൃശ്ശൂരിൽ നിന്ന്. വിഷ്ണു, എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? വിഷ്ണു. ഉന്മേഷ, ഈ പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു കലുങ്ക് സൗഹൃദ വികസന സംവാദവേദി എന്നൊരു പദ്ധതി നിലവിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലടക്കം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പരിപാടി നടന്നത് പുള്ളിലാണ്. പുള്ള് എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ വെച്ചാണ് സുരേഷ് ഗോപിക്ക് അരികിലേക്ക് ഈ കൊച്ചു വേലായുധൻ ഒരു നിവേദനവുമായി എത്തിയത്. 2 വർഷം മുമ്പ് തെങ്ങ് വീണ് തകർന്ന വീട് അറ്റകുറ്റപ്പണി നടത്താൻ സഹായം തേടിയാണ് എത്തിയത്. പക്ഷേ ആ നിവേദനം അദ്ദേഹം വാങ്ങിയില്ല. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോലിയാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ആ ദൃശ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്നലെ CPM തന്നെ അതിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ അതിൽ തനിക്ക് മനോവിഷമം ഉണ്ടായി എന്നാണ് ആ നിവേദനം നൽകിയ കൊച്ചു വേലായുധൻ പ്രതികരിക്കുന്നത്. ആ അപേക്ഷ സ്വീകരിച്ചു വെക്കാമായിരുന്നു, അതല്ല അത് നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ അത് കൈപ്പറ്റാമായിരുന്നു, അതിൽ തനിക്ക് മനോവിഷമം ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. സുരേഷ് ഗോപി വിഷയത്തിൽ ഔദ്യോഗികമായൊരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയായി വരിക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രാദേശിക വികസന വിഷയം ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ ഒരു പ്രശ്നവുമായി എത്തിയ ആളോടാണ് ഇത് തൻ്റെ പണിയല്ല, ഇത് പ്രസിഡന്റ് പണി, പഞ്ചായത്ത് പ്രസിഡന്റ് പണിയാണെന്ന MP പ്രതികരിച്ചത് എന്നുള്ളത് ഒരു കോൺട്രഡിക്ടറി ആണ്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.